ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് 2024 ഏറ്റവും കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമകളുടെ ഒരു 15 ലിസ്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ അതിനകത്ത് അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ മറ്റു ഭാഷകളിൽ എന്ന് വെച്ചാൽ തെലുങ്ക്, കന്നഡ, ഹിന്ദി, തമിഴ്. അപ്പൊ അതിനകത്ത് നമ്മൾ കുറെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു 10 സിനിമയുടെ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ആ ലിസ്റ്റുകളൊന്ന് കണ്ടു നോക്കാം. 10ാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് സ്ത്രീ 2 ആണ്. നമുക്കറിയാം ഇതൊരു കോമഡി ഹൊറർ സിനിമയാണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് അത്യാവശ്യം നല്ല എന്താണ് ഈ പറയുന്ന തൊട്ട് തിയേറ്ററിൽ ഒരു ഹിറ്റാണ്. പക്ഷെ എന്നിരുന്നാലും അത് OTT വന്നതിന് ശേഷമാണ് ആ പടം കൂടുതലും ഹിറ്റായതും. പിന്നെ സെക്കൻഡിന് വേണ്ടി എല്ലാവരും കാത്തിരുന്നു. സെക്കൻഡ് വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങൾ ഒന്ന് തന്നെയായിരുന്നു കൂടുതലും ഇഷ്ടപ്പെട്ടത്. എന്നിരുന്നാലും നമുക്ക് സെക്കൻഡിനകത്ത് കുറച്ച് കോമഡികളുണ്ട്. പിന്നെ അവരുടെ മേക്കിംഗ് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റിനെക്കാട്ടി നല്ലത് സെക്കൻഡ് ആയിരുന്നു. കുറച്ചുകൂടെ ക്വാളിറ്റി നമുക്ക് മേക്കിംഗ് അത് ഫീൽ ചെയ്തത്. മൊത്തത്തില് നമുക്ക് പടം ഇഷ്ടപ്പെട്ടു. ഇല്ലേ, ഫസ്റ്റിന്റെ അത്ര ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പടം നമുക്ക് ഒരു കോമഡി കണ്ടിരിക്കാം, ബോറടി ഇല്ല. നല്ല രീതിയിൽ നമുക്ക് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 10ാമത് സ്ത്രീ 2 കൊടുത്തിരിക്കുന്നത്. 9ാമത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ലബർപന്ത്. അതെ, ലബർപന്ത് എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പൊ പാർക്കിങ്ങിനകത്ത് നായകനാണ്. ഏകദേശം ആ ഒരു ടൈപ്പ് പടം തന്നെയാണ്. ഈഗോ ക്ലാഷ് ആണ്, ക്രിക്കറ്റിന്റെ ഇടയിലെ ഈഗോ ക്ലാഷും. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് ഇന്നറായിട്ട് ജാതിയുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ പടം ഈ പറയുന്നോട്ട് നമുക്ക് ബോറടി ഇല്ലാതെ ആദ്യം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ തന്നെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. കൂടുതലും എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇപ്പം തിയേറ്ററിലും ഹിറ്റാണ്. ഈ പറയുന്നോട്ട് OTT വന്നതിന് ശേഷം ഒരുപാട് പേര് ഡിസ്കസ് ചെയ്ത് പല സ്റ്റേറ്റിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ആണെങ്കിൽ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞൊരു സിനിമയാണ് ലബർപന്ത്. അപ്പൊ അതാണ് നമ്മുടെ 9ാമതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ തിരഞ്ഞെടുത്തത്. 8ാമതായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൽക്കി. കൽക്കി നമ്മൾ ഇതുപോലെ തിയേറ്ററിൽ പോയി കണ്ടാണ്, 3Dയിൽ തന്നെ കണ്ട സിനിമയാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. എന്റെ വിഷ്വൽസ് ആണെങ്കിലും പിന്നെ അതിനകത്ത് ഓരോരുത്തരുടെ പ്രകടനം നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പ്രഭാസിനെക്കാട്ടി കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് അമിതാഭ് ബച്ചന്റെ ആ ഒരു പ്രകടനം തന്നെയാണ്. പിന്നെ ആ ഒരു പടം നമുക്ക് ആ ക്ലൈമാക്സിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് ഗൂസ് ബംസും ആ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതിന്റെ ആ ഒരു ക്ലൈമാക്സിലെ ആ ഒരു കർണൻ എന്നുള്ള റിവീൽ ചെയ്തതും കുറച്ച് സീൻസ് ഒക്കെ കാണിച്ചതും. പിന്നെ ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് മഹാഭാരതത്തിലെ സീൻസ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തിയേറ്ററിൽ കൈയടിച്ച് എൻജോയ് ചെയ്ത് നമ്മൾ കണ്ടൊരു സിനിമയാണ് കൽക്കി. അപ്പം ഈ പറയുന്നത് നമ്മൾ പല സിനിമയുടെയും സെക്കൻഡ് പാർട്ടുകൾ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വരുമെന്ന്. നമ്മൾ അതുപോലെ തന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഭയങ്കരമായിട്ട് കാത്തിരിക്കണം. എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്കറിയാം മഹാഭാരതവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തോടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ പ്രതീക്ഷയാണ്. നെക്സ്റ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രതീക്ഷ. ഈ പ്രതീക്ഷയും കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് മേക്കിംഗ് ക്വാളിറ്റി നമ്മൾ ഞെട്ടിപ്പോയി എന്ന് പറയാം. എന്ന് വെച്ചാൽ വെറും 500 കോടി അത്രയും ഇതിന്റെ ബഡ്ജറ്റുള്ള 500 കോടിക്ക് നമുക്ക് ഒരു 1000 കോടിയുടെ എഫക്റ്റ് ആണ് ഈ ഒരു സിനിമയിൽ നമുക്ക് ഔട്ടായിട്ട് കിട്ടിയത്. അപ്പൊ അത് തന്നെയാണ് നമ്മളൊരു കാത്തിരിപ്പിന് കൂടുതൽ പ്രതീക്ഷകൾ തരുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഏതാ നോക്കാം. 7ാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് വാഴൈ മൂവിയാണ്. തമിഴ് മൂവിയാണ്. അപ്പൊ വാഴൈ നമുക്കറിയാം കഴിഞ്ഞ 2024 ഒരുപാട് പേര് ചർച്ച ചെയ്ത സിനിമ തന്നെയായിരുന്നു വാഴൈ. അദ്ദേഹത്തിന്റെ ഇപ്പൊ മാരി സെൽവരാജിന്റെ അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ് ഈ ഒരു സിനിമയിൽ എടുത്തിരിക്കുന്നത്. ഈ പടം ഞങ്ങൾ കണ്ടപ്പോ ഇതുപോലെ തന്നെ ക്ലൈമാക്സ് ആ ഒരു പാർട്ട് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. നമ്മൾ ആ ഒരു ഹാങ് ഓവർ മാറാൻ തന്നെ 1-2 ദിവസം എടുത്ത്. പിന്നെ അതിനകത്ത് ആ ഒരു അവിടുത്തെ കൾച്ചറിലെ നാടൻ പാട്ടുകൾ ഇതിനകത്ത് കുറച്ച് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൂടുതൽ കേൾക്കുക. അങ്ങനെ ചില സിനിമകൾ ഞാൻ പറഞ്ഞില്ല, ചില സിനിമകൾ ഇങ്ങനെ വരും നമുക്കൊരു 2-3 ദിവസം എന്റെ ഹാങ് ഓവർ മാറാൻ വേണ്ടി. അപ്പൊ ആ ഒരു അതേത്തെ ഒരു ടൈപ്പ് പടമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ സിനിമയിൽ നമുക്കറിയാം രാഷ്ട്രീയവും ജാതീയതയും അതുപോലെ തന്നെ മുതലാളിത്തം, തൊഴിലാളിത്തം, കമ്മ്യൂണിസം ഒക്കെ ഇതിനകത്തും കുറച്ച് പുള്ളിയുടെ എല്ലാ സിനിമയിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തും പറയുന്നുണ്ട്. അതൊക്കെ തന്നെ വൃത്തിക്ക് തന്നെ പുള്ളി അത് പറഞ്ഞു പോകുന്നുണ്ട്. മൊത്തത്തില് ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു വാഴൈ. ഞങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 6ാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ലക്കി ഭാസ്കർ. അതെ, നമ്മുടെ സ്വന്തം DQവിന്റെ മലയാളം സിനിമയല്ല, അദ്ദേഹം തെലുങ്കിൽ പോയി ഈ വർഷം 100 കോടി അടിച്ച പടമായിരുന്നു. ഞങ്ങൾ തിയേറ്ററിലല്ല ഈ പടം കണ്ടത്, ഞങ്ങൾക്ക് തിയേറ്ററിൽ അന്ന് കാണാൻ പറ്റാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ OTT വന്നപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര നഷ്ടബോധം തോന്നിയ ഒരു സിനിമയായിരുന്നു. തിയേറ്ററിൽ പോയി കാണേണ്ട പടം തന്നെ ആയിരുന്നു എന്ന് ഫീൽ ചെയ്തൊരു സംഭവമായിരുന്നു. അതെ, മേക്കിംഗ് ആണെങ്കിലും നമ്മളെ ഈ സ്ക്രിപ്റ്റ് വരുന്ന എന്നുവെച്ചാൽ സ്ക്രിപ്റ്റ് എഴുതി വെച്ചേക്കുന്ന രീതി നല്ല രസമായിരുന്നു. എന്ന് വെച്ചാൽ ഓരോ മൊമെന്റ്സും അത് ക്രിയേറ്റ് ചെയ്യുന്ന രീതി അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് ഒരു ത്രില്ല് തരുന്ന രീതിയിലാണ് ഓരോ സീൻസും ഇതിനകത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞിട്ട് ഒരു മിഡിൽ ക്ലാസ് അവർക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സിനിമയുടെ മേക്കിംഗ് ഫുള്ള് വന്നിരുന്നത്. ഇതിന്റെ ക്ലൈമാക്സ് ആണെങ്കിലും
നമ്മള് ഈ ക്ലൈമാക്സ് അയ്യേ ഇങ്ങനാണല്ലോ എന്ന് പറയുന്നിടത്ത് ക്ലൈമാക്സ് വേറെ രീതിയിൽ ഒരു ട്വിസ്റ്റ് കൊണ്ടുവച്ചിട്ട് നമുക്ക് കൈയടിക്കുന്ന രീതിയിലുള്ള സീൻസ് ഒക്കെ അതിനകത്ത് വെച്ചേക്കുന്നത്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. OTT കണ്ടിട്ട് തന്നെ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു മൂവിയാണ്. അപ്പൊ തിയേറ്ററിൽ പോയി കണ്ടവർ സത്യം പറഞ്ഞാൽ അവർക്ക് ഇല്ലേ നമ്മളെക്കാട്ടി കൂടുതലും അവർക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ആസ്വദിക്കാൻ മാത്രം അവർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനത്തെ അത് തന്നെ ഇതിനകത്ത് എന്നുവെച്ചാൽ ഓരോ സീൻസ് നമുക്ക് എടുത്തെടുത്ത് നമുക്കിപ്പോ കഴിഞ്ഞ 2024 നമുക്ക് ഇപ്പൊ ചില സിനിമയിലൊക്കെ നമ്മൾ കണ്ട് മറന്നു പോകുന്ന ഒരുപാട് പടമുണ്ട്. പക്ഷെ ഈ സിനിമ നമ്മൾ ടിസ്റ്റ് തരുന്നത് പിന്നെ കുറെ അടിപൊളി സീൻസ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് കുറച്ച് എന്ന് വെച്ചാൽ ഭയങ്കര മാസം അല്ലെങ്കിൽ കൂടി നമുക്ക് കൈയടിക്കാൻ പറ്റുന്ന ഗൂസ്ബംസ് രീതിയാണ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. പിന്നെ എടുത്തു പറയേണ്ടത് DQന്റെ ആ ഒരു പെർഫോമൻസ്. ഞാൻ ഈ സിനിമ വന്നപ്പം ഇങ്ങനെ ആലോചിച്ചു ഈ പടം വേറെ ആർക്കെങ്കിലും ചെയ്താൽ എങ്ങനെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല പുള്ളിയെ റീപ്ലേസ് ചെയ്തിട്ട് ഈ സിനിമ ഒരിക്കലും എടുക്കാൻ പറ്റില്ല. വെച്ചാൽ അതുപോലത്തെ രീതിയിലാണ് DQ അത് അവതരിപ്പിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് 2024 ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. നമുക്ക് നെക്സ്റ്റ് പടം ഏതാ നോക്കാം. അഞ്ചാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അമരനാണ്. അമരൻ സിനിമ നമുക്കറിയാം ശിവകാർത്തികേയന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ രണ്ടാം കളക്ഷനകത്ത് ഗോട്ടിന് ശേഷം രണ്ടാമത്തെ വന്നേക്കുന്ന അമരനാണ് കളക്ഷൻ. എടുത്തു പറയേണ്ടത് ശിവകാർത്തികേയൻ സായി പല്ലവിയുടെ ആ ഒരു അഭിനയം തന്നെയാണ്. അവരുടെ പ്രകടനമാണ് ശരിക്കും നമ്മൾ എത്ര കരയത്തില്ല എന്നുള്ള ഒരു ഇതിൽ പോയിരുന്നാലും നമ്മൾ ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് കരയും. എനിക്കൊന്ന് കൂടുതലും ലേഡീസിന് ഒരുപാട് അറ്റാച്ച് ആയ ഒരു പടമാണ്. എല്ലാവർക്കും അത് ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് കൂടെ ആയതുകൊണ്ട് നമുക്ക് കൂടുതലും ആ ഒരു ഇത് ഇപ്പൊ ഞാൻ നേരത്തെ വാടക മുമ്പ് പറഞ്ഞുകൊണ്ട് തന്നെ ഹാങ് ഓവർ അല്ലേ, നമുക്കൊരു 1-2 ദിവസം അതിന്റെ ഹാങ് ഓവർ നിൽക്കുന്ന സംഭവമാണ് ഈ ഒരു സിനിമയും. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇപ്പൊ ഇവരുടെ പ്രകടനം പോലെ നമുക്ക് ഒരുപാട് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ഉള്ളത് ഇതിനകത്ത് സോങ്സുകളാണ്. ഇതിനകത്ത് എനിക്കൊന്ന് കഴിഞ്ഞ വർഷത്തെ സോങ് ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക ആൾക്കാരുടെ പ്ലേലിസ്റ്റിൽ അമരൻ സിനിമയുടെ സോങ്സ് കാണും. വെച്ചാൽ അതിനകത്ത് എല്ലാ പാട്ടുകളും അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ BGM ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഫീൽ തരുന്ന സംഭവമായിരുന്നു. അതെ, ഹെയർ ടച്ചിങ്ങും. അതുപോലെ തന്നെ ശിവകാർത്തികേയന്റെ ഇതുവരെയുള്ള സിനിമകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച പ്രകടനം ഈ ഒരു സിനിമയിൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു കഥാപാത്രം ഈ ഒരു സിനിമയിൽ തന്നെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ശിവകാർത്തികേയന്റെ ആ ഒരു ഇപ്പൊ പറഞ്ഞ ആ ഒരു ഗ്രാഫ് ഭയങ്കരമായിട്ട് ഉയർത്തിയ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയ ഒരു സിനിമ തന്നെയായിരുന്നു അവര്. അപ്പം നെക്സ്റ്റ് പടം ഏതാ നോക്കാം. നാലാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് മെയ്യഴകനാണ്. 2024 ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽ ഗുഡ് മൂവി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 1ാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് മെയ്യഴകനായിരിക്കും. എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്കൊരു കുളിർമയോടെ എന്ന് വെച്ചാൽ വിഷമിക്കേണ്ട സീൻ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരിക, അതുപോലെ തന്നെ നമുക്ക് ചിരിക്കേണ്ടടുത്ത് നമ്മൾ ചിരിക്കുക, പിന്നെ ക്ലൈമാക്സ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പുഞ്ചിരി തരിക. ആ രീതിയാണ് ഈ ഒരു സിനിമ ക്രിയേറ്റ് ചെയ്തത്. നല്ലൊരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതിനകത്തും ഈ പറയുന്നത് 96ന്റെ ഡയറക്ടറാണ്. അതിനകത്തും രണ്ടുപേരുടെ ക്യാരക്ടറിനകത്ത് തമ്മിലുള്ള അറ്റാച്ച്മെന്റ് ആണ്. ഇതിനകത്തും നമുക്കറിയാം അരവിന്ദ് സ്വാമി അതുപോലെ തന്നെ നമ്മുടെ കാർത്തിയും കൂടെ തമ്മിലുള്ള ഇതാണ് കോംബോയാണ്. അപ്പൊ അവര് തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കുന്നതും എന്ന് വെച്ചാൽ അറിയാതെ പോകുന്ന ഒരു ബന്ധം അതിന് അവസാനം വരുമ്പോഴത്തേക്ക് ആരാണെന്നുള്ള റിവീൽ ചെയ്യുന്ന ആ ഒരു സീനൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ കണ്ട് രസിച്ച് ഇല്ലേ നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു സിനിമയാണ് മെയ്യഴകൻ. അടിപൊളിയായിട്ടാണ് ആ പടം എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 4ാമതായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന മെയ്യഴകനാണ്. നമുക്ക് നെക്സ്റ്റ് ഏതാ നോക്കാം. 3ാമതായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ലാപ്പട്ട ലേഡീസ് ആണ്. ലാപ്പട്ട ലേഡീസ് അറിയാം ഓസ്കാറിന്റെ ആ ഒരു നോമിനേഷൻ വരെ പോയ ചിത്രമാണ്. കഴിഞ്ഞ വർഷം എനിക്കൊന്ന് ഹിന്ദി സിനിമയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത സിനിമ ലാപ്പട്ട ലേഡീസ് തന്നെയാണ്. പല നല്ല രസമാണ്, നല്ല സ്ക്രീൻ പ്ലേ ആണ്. പിന്നെ അതെ മെസ്സേജും അതുപോലെ തന്നെ ക്ലൈമാക്സ് ആ ഒരു ഭയങ്കര മെസ്സേജ് ആണ് തരുന്നത്. ഇപ്പം ഈ ലേഡീസിന് വേണ്ടിയുള്ള ഒരു പടം എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ അവരുടെ മൈൻഡിൽ ഇപ്പൊ പഠന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ. അതെ, പിന്നെ ഈ പറഞ്ഞിട്ട് ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. നമുക്ക് ഇതിനകത്ത് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഇതിന്റെ കഥ പ്രഡിക്റ്റബിൾ ആണ്. ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരും, ഇതിന്റെ ക്ലൈമാക്സ് ഇങ്ങനെയൊക്കെ ആയിരിക്കും, നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ ആ ഒരു സിനിമ സ്ക്രീൻ പ്ലേയിൽ വന്ന് അത് നല്ല വൃത്തിക്ക് ആ ഒരു പടം അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് എടുത്തു പറഞ്ഞ ഇതിനകത്ത് ഓരോരുത്തർ അഭിനയമാണ് ഇതിനകത്തില്ലേ. നമുക്ക് സത്യം പറഞ്ഞ് ഇതിനകത്ത് ആരുടെയും പേര് നമുക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ ഇതിനു മുമ്പുള്ള സിനിമകളിലൊന്നും ഇവരെ ഇങ്ങനെ കണ്ടായിട്ടൊരു ഓർമ്മയില്ല. ഹിന്ദി സിനിമ നമ്മൾ ഹിന്ദി സിനിമ ഒരുപാട് കാണത്തില്ല. പക്ഷെ നമ്മൾ കുറച്ച് പടങ്ങൾ കണ്ടിട്ടുണ്ട്, അതിനകത്തൊന്നും ഇങ്ങനെയുള്ള മുഖങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ അവരുടെ ആ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര എനിക്കൊന്ന് ഹിന്ദി സിനിമയിൽ നാച്ചുറൽ ആയിട്ടുള്ള അഭിനയത്തിൽ സിനിമ കുറവാണ്. ഈ ഒരു സിനിമ ഫുള്ള് നാച്ചുറൽ ആയിട്ട് തന്നെയാണ് അവരുടെ ഒരു എല്ലാവരുടെ ക്യാരക്ടർ എഴുതി വെച്ചിരിക്കുന്നത്. ഓരോ ക്യാരക്ടറും നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് അവർ നല്ലൊരു വൃത്തിക്ക് തന്നെ അഭിനയിച്ചിട്ടുമുണ്ട്. നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമായിരുന്നു. അപ്പൊ നമുക്ക് 2024 ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ലിസ്റ്റിനാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഏതാ നോക്കാം. 2ാമതായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കില്ല് മൂവിയാണ്. നമുക്ക്
ഹിന്ദി മൂവിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് OTT നമ്മൾ ഈ പടം കണ്ടത്. നമുക്ക് സത്യം പറഞ്ഞാല് തിയേറ്ററിൽ കാണേണ്ട നമുക്ക് അങ്ങനെ ഒരു നഷ്ടബോധം ഇപ്പോഴും ആ ഒരു സിനിമ ഇതുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് തിയേറ്ററിൽ മിസ്സായല്ലോ എന്നുള്ളൊരു ഇതുണ്ട്, നഷ്ടമുണ്ട്, വിഷമമുണ്ട്. എന്ന് വെച്ചാൽ ഇത് കുറച്ചുപേര് പറഞ്ഞു ഇത് വയലൻസ് ഉണ്ട്, നല്ല പടമാണെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ എന്തോ എന്ന് കാണാൻ പറ്റിയില്ല. പക്ഷെ അത് OTT വന്നപ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ത്രില്ലടിച്ച് നായകൻ ലക്ഷ്യ അതുപോലെ വില്ലനായിട്ട് അഭിനയിച്ച രാഘവ്, ഇവരുടെയൊക്കെ പെർഫോമൻസ് ഡാൻസറാണ്. പക്ഷെ പുള്ളിയെ നമ്മൾ ഇതിനകത്ത് വെറുത്തു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ട അതൊരു ക്യാരക്ടർ, അത്ര വെറുപ്പിച്ച ഒരു ക്യാരക്ടർ തന്നെയാണ് ആ വില്ലൻ. എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നായകനെ ഒരുപാട് ഇഷ്ടപ്പെടുകയും വില്ലനെ ഒരുപാട് ഒരിതാണ്. പിന്നെ കൊടുക്കണം. പക്ഷെ അവസാനം എനിക്ക് ചെറിയൊരു നെഗറ്റീവ് തോന്നുന്നു വെച്ചാൽ അവസാനം വന്നപ്പോഴത്തേക്ക് ഇത്തിരി കുറഞ്ഞു പോയോ, വില്ലന് കൊടുത്ത പണി ഇത്തിരി കുറഞ്ഞു പോയോ എന്നൊരു സംഭവം എനിക്ക് ഇപ്പോഴും വീണ്ടും വീണ്ടും കാണാൻ വേണ്ടി തോന്നുന്ന ഒരു, അത്യാവശ്യം വയലൻസ് ഉണ്ട് എന്നാലും വീണ്ടും അത്രയ്ക്ക് അടിപൊളി, ടെക്നിക്കലി കിടിലാണ്. പിന്നെ ഇതിനകത്ത് നമുക്കറിയാം ഇപ്പൊ ട്രെയിനിനകത്ത് നടക്കുന്ന ഇൻസിഡന്റ് ആണ്. പക്ഷെ ആ ഒരു ചെറിയ സ്പേസിനകത്ത് നമ്മളെ ഇത്ര ഇമോഷണലി കണക്ട് ചെയ്യിപ്പിച്ച് ഇത്രയും ത്രില്ല് തരാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമില്ല. അത് അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ട്രെയിനകത്തുള്ള ഇങ്ങനെ ഒരു നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എക്സ്പീരിയൻസ് തന്നെ എനിക്ക് തോന്നുന്നു ഈ കൊറിയൻ മൂവി ട്രെയിൻ ടു ബുസാനകത്തൊക്കെ നമുക്ക് അത്രയും ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആ വില്ലന്മാരെ എല്ലാവരെയും അങ്ങോട്ട് പിടിച്ചിറക്കുന്നില്ല, ഇടി കൊടുക്കാനുള്ള അങ്ങനത്തെ ഒരു ഫീല് തോന്നുക. ശരിക്കും ആ വില്ലൻ നമ്മൾ എത്രത്തോളം വിറപ്പിച്ചുകൊണ്ട് തന്നെ പുള്ളിയുടെ ആക്ടിങ് അത്ര സൂപ്പറായിരുന്നു. അത്ര വെറുത്ത് നമ്മൾ നായകനെ അതുപോലെ ഇഷ്ടപ്പെട്ട് വില്ലനെ അതുപോലെ വെറുക്കുന്ന ഒരു സിനിമ എത്ര പറഞ്ഞാലും മതിയാവില്ല. അതെ, അതുപോലെ തന്നെ ഇപ്പൊ മാർക്കോ നമുക്കറിയാം, മാർക്കോയ്ക്കകത്തും ഇപ്പൊ ഈ വയലൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് ആസ്വദിച്ച് കണ്ടൊരു വയലൻസ് ഈ കില്ല് മൂവിയുടെ തന്നെയായിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷം നമുക്ക് 2ാം സ്ഥാനമാണ് നമ്മൾ കില്ലിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 1ാമതായിട്ട് നമ്മൾ ഏത് പടമാണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടു. 1ാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് മഹാരാജയാണ്. ഈ പറയുന്നോട്ട് ഈ ഒരു സിനിമ കണ്ട് നമ്മളൊരു 4-5 ദിവസം ഇല്ല ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക, ഈ പടത്തിന്റെ കൂടുതൽ റിവ്യൂസ് കാണുക, ഇല്ലേ പബ്ലിക് റെസ്പോൺസ് കാണുക. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഹാങ് ഓവറിൽ നിന്നൊരു സിനിമ ആയിരുന്നു. കാരണം അത് ഫസ്റ്റ് തന്നെ നമ്മള് ഒരു തുടക്കം കുറച്ചാകുമ്പോൾ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് ഈ പുള്ളിയുടെ ഒരു പവറും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആദ്യമേ കാണിക്കുന്നുണ്ട്. പിന്നെ അത് പതുക്കെ വന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ്. ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, ഏകദേശം നമുക്കൊരു ഐഡിയ വന്നു. പക്ഷെ എന്നാലും ഇത് ഇങ്ങനെ ആയിത്തീരും എന്നുള്ള രീതിയിൽ തോന്നിയില്ല. എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പം കൊറിയയിലെ ഓൾഡ് ബോയ് എന്ന് വെച്ചാൽ ഓൾഡ് ബോയ് എന്ന് പറയും കൊറിയൻ സിനിമയുടെ തന്നെ ഒരു രീതി മാറ്റി കളഞ്ഞ പടമാണ് ഓൾഡ് ബോയ്. അപ്പം അതുപോലത്തെ ഒരു പടം നമുക്കിപ്പോ ഇന്ത്യയിലെ ഓൾഡ് ബോയ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പടമാണ് മഹാരാജ്. ഇപ്പം എനിക്കൊന്ന് ചൈനയിലും ചൈനീസ് ഭാഷയിൽ ഇറക്കിയിട്ട് അവിടെയൊക്കെ ഭയങ്കരമായിട്ട് കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഓൾമോസ്റ്റ് എനിക്ക് എല്ലാ രാജ്യങ്ങളിലും അവർ കണ്ടു കഴിഞ്ഞാലും ഈ ഇങ്ങനൊരു ടൈപ്പ് പടം എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കറിയാം ഇതിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് ടോർച്ച് ചെയ്യുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് എന്താണ് ഈ ഡിസ്റ്റർബിംഗ് ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞില്ല, നമ്മൾ ഇരട്ട സിനിമ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഓൾഡ് ബോയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ഡിസ്റ്റർബിംഗ് ക്ലൈമാക്സ് ആണ് ഈ പടം തരുന്നത്. എങ്കിലും നമുക്ക് ഈ ഒരു പടം നമ്മളെ പിടിയില്ല. ഗ്രിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റും അതുപോലെ തന്നെ അഭിനയിച്ച ഓരോരുത്തരും, ഇപ്പൊ വിജയ് സേതുപതി ആണെങ്കിലും അനുരാഗ് കശ്യപ് ആണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മോളായിട്ട് അഭിനയിക്കുന്നവരാണെങ്കിലും ഇല്ലേ എന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാവരും ഇതിനകത്ത് അവസാനം വരുന്ന പോലീസുകാരുടെ സീനാണെങ്കിൽ ആ പോലീസുകാരുടെ അഭിനയമാണെങ്കിലും എല്ലാവരും മികച്ച പ്രകടനം ചെയ്ത് അതും മികച്ച പ്രകടനം ഒരു മികച്ച സ്ക്രിപ്റ്റിനകത്തൂടാണ് വന്നത്. പിന്നെ ഇതിനകത്ത് ഓരോ ക്യാരക്ടറും നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നതാണ് ഇന്ന ക്യാരക്ടർ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനൊന്നുമില്ല. ഫുൾ അവരെല്ലാം ലാസ്റ്റ് അത് കൺക്ലൂഡ് ചെയ്ത് പറയുന്നുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തിയ ഒരു സിനിമയായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തമിഴ് സിനിമകളിൽ എനിക്ക് തോന്നുന്നു സിനിമകളിൽ ഈ പറഞ്ഞൊരു വിരലെണ്ണാവുന്ന സിനിമകളെ ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു 100 കോടി അടിച്ച പടമാണിത്. അപ്പം ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമ ഇത് തന്നെ ആയിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ 2024 അതർ ലാംഗ്വേജിലുള്ള സിനിമകളുടെ 10 ടോപ്പ് 10 നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇപ്പൊ നമ്മുടെ ലിസ്റ്റ് പോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ ലിസ്റ്റ്. ഇത് ഞങ്ങൾ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പൊ ഇതിനകത്ത് ചിലപ്പോൾ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന വേറെ പടങ്ങളൊക്കെ കാണുമായിരിക്കാം. പക്ഷെ നമ്മൾ കുറെ പടങ്ങൾ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.